ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭീമൻ മുകളിലോട്ട് കയറിപ്പോകുമ്പോൾ ഇത് മുകുന്ദൻ്റെ കണ്ണിൽ കാണുക കേട്ടോ. അപ്പോൾ മുകുന്ദനാണെങ്കിൽ ഫോണിൽ സംസാരിച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ തന്നെ ഗൗരിയമ്മ ചോദിക്കുന്നുണ്ട്, എന്തായി മഞ്ജുവിൻ്റെ വിവരം? ഒന്നും ആയില്ല അമ്മ, അബോധാവസ്ഥയിലാണ്. എന്നാൽ എന്ന് പറയുമ്പോൾ, അമ്മേ ഞാൻ ഇവിടെ ആരോ കണ്ടതായി ഒരു പരിചയമുള്ളൊരു മുഖം എന്നൊക്കെ പറയുമ്പോൾ, അത് നിൻ്റെ തോന്നലായിരിക്കും. അല്ല അമ്മേ, ഇവിടെ കണ്ട ഒരു പരിചയമുള്ള മുഖം പോലെ. എന്തായാലും ഇന്ന് ഗിരി ഇവിടെ ഒറ്റയ്ക്കല്ലേ, ഞാനും ഇവിടെ നിൽക്കുകയാണ്, ഇന്ന് ഞാൻ വരുന്നില്ല. ആ ശരി മോനെ, നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് മുകുന്ദൻ മുകളിലോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് മുകുന്ദൻ തിരഞ്ഞു പോകുന്നുണ്ട്, പക്ഷേ കാണുന്നില്ല മുകുന്ദൻ. അവിടെ ഭീമനാണെന്നുള്ള സംശയം തന്നെ വന്നിരിക്കുന്നു. എന്നാൽ ഈ സമയം സ്വപ്നയാണ് കാണിക്കുന്നത്. സ്വപ്നയ്ക്ക് ഇങ്ങനെ സഞ്ജയ് വിളിക്കുകയാണ്, മോളെ നീ അവിടെ നിൽക്കരുത്. എന്താ സഞ്ജുട്ടാ നീ ഇന്ന് അവിടെ നിൽക്കുന്നത്? നീ പെട്ടെന്ന് പോകണം. എന്താ സഞ്ജുട്ട, എന്താണെങ്കിലും കാര്യം പറ. അപ്പോൾ ഭീമൻ ഇങ്ങനെ പിറകിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഭീമൻ ഇങ്ങനെ പതുക്കെ പമ്മി വരുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ അതെ, ഇന്ന് മഞ്ജുവിനെ കൊല്ലാൻ അവിടെ ആൾ വരുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഒരു സൂചന കിട്ടി, അതുകൊണ്ട് തന്നെ നീ പോകണം, എനിക്കൊരു പ്രശ്നവും വരരുത് മോളെ. എന്നാൽ ശരിയോ എന്നൊക്കെ പറയുമ്പോൾ ലവ് യു എന്നൊക്കെ അങ്ങോട്ട് തിരിച്ചും മറിച്ചും പറയാൻ കേട്ടോ. പിന്നീടാണെങ്കിൽ ഭീമൻ ഇങ്ങനെ നടന്നു പോവാണ്, നേഴ്സ് പോകുന്നത് കണ്ടിട്ട്. അങ്ങനെ ഭീമൻ ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇത് ഗിരിയുടെ കണ്ണിൽ കാണുകയാണ്. അപ്പോൾ പിറക് വശമാക്കുകയാണ് ഭീമൻ. എന്നിട്ട് പിറകിലോട്ട് അങ്ങ് നടന്നു പോവാണ്. എന്നിട്ട് ഭീമനെ ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ ഗിരി പോകുന്നുണ്ട്. അപ്പോഴേക്കും സിസ്റ്റർ ബാക്കിൽ നിന്ന് വിളിക്കുകയാണ്, ഗിരി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്, കുറച്ച് മരുന്നുകൾ മേടിക്കാനുണ്ട്, നീ അത് വാങ്ങുകയെന്ന് പറയട്ടെ. അങ്ങനെ ഗിരി അങ്ങനെ പോവാണ്. പിന്നീട് ഭീമനാണെങ്കിലോ അവിടുത്തെ കമ്പൗണ്ടറായിട്ടുള്ള ആ വെള്ളവേഷം കെട്ടിയിരിക്കുന്നു. അങ്ങനെ മാസ്ക് ഒക്കെ ഇട്ട് ഭീമൻ ഇങ്ങനെ പിന്തിരിഞ്ഞ് മഞ്ജുവിൻ്റെ റൂമിലോട്ട് കയറുകയാണ്. അങ്ങനെ തൻ്റെ കയ്യിൽ ടൂൾസൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ മഞ്ജു അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ ഭീമൻ എന്ത് ചെയ്യുന്നു, കത്തിയെടുത്ത് മഞ്ജുവിനെ കുത്താൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് മഹിമ കയറി വരികയാണ്. അപ്പോൾ മഹിമ, എന്താ നിങ്ങൾ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയുകയാണ്, ഞാൻ രക്തം എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ, എന്നോട് അനിത ഡോക്ടർ പറഞ്ഞില്ലല്ലോ രക്തം എടുക്കുന്ന കാര്യമൊന്നും, പിന്നെ എന്താ അത് ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്നും ഇങ്ങനെ ഭീമനെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്ന സമയത്ത് മഹിമയുടെ മുന്നിലോട്ട് സ്വപ്ന വരികയാണ് കേട്ടോ. സ്വപ്ന, നിന്നെ അനിത ഡോക്ടർ വിളിക്കുന്നു. എന്നെ അനിത ഡോക്ടർ വിളിക്കുന്നു, എന്തായി പറയുന്നത്? അതൊന്നും എനിക്കറിയില്ല, നിന്നെ വിളിക്കുന്നുണ്ട്, അതോട് പോയോക്കെ എന്ന് പറയട്ടെ. അങ്ങനെ മഹിമ ആ ഐസിയുയിൽ നിന്ന് പുറത്ത് കടിക്കുകയാണ്. ഭീമനാണെന്ന് മഹിമക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ആശ്വാസത്തിൽ ഇങ്ങനെ ഭീമനെ ഇങ്ങനെ പുറത്തോട്ട് നോക്കുകയാണ്, ഇനി ആരെങ്കിലും വരുന്നുണ്ടോ എന്നറിയാൻ. ഭീമ ഇങ്ങനെ പുറത്തോട്ട് നോക്കുമ്പോൾ എല്ലാവരും അവിടെ നിന്ന് പോയിരിക്കുന്നു. അപ്പോൾ സ്വപ്നയാണെങ്കിൽ അവളെ കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ, അതോടുകൂടി തീരുമില്ല, മാറണം എന്നുള്ള ആ ഒരു രീതിയിൽ നിൽക്കുമ്പോഴാണ് ഭാനുമ തൻ്റെ മുന്നിലോട്ട് വരുന്നത്. ഭാനുമയെ കണ്ടുകൊടുന്ന്, ഈശ്വരി നമുക്ക് വരാൻ കണ്ടൊരു സമയം എന്ന് പറഞ്ഞിട്ട് ഇവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ഐസിയുവിലോട്ട് പോകുന്ന ഭാനുമയെ തടയാനായിട്ട്. അപ്പോൾ ഭാനുമ്മ എന്താടി എന്ന് ചോദിക്കുമ്പോൾ, അമ്മ എന്തിനാ ഇപ്പോൾ മഞ്ജുവിൻ്റെ റൂമിൽ കയറിയെന്ന്? പിന്നെ എനിക്ക് കയറണ്ടേ? അത് ഒരു സിസ്റ്റർ ഇപ്പോൾ നേരത്തെ മഹിമ വന്നപ്പോൾ വഴക്ക് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ആഹാ, അങ്ങനെ ആയോ? എൻ്റെ മരുമകളെ കാണാൻ എനിക്കിപ്പോൾ മറ്റുള്ളവരുടെ അനുവാദം എന്തിനാ? ഞാൻ കാണുമെന്നൊക്കെ പറയുമ്പോൾ, എന്നാ അമ്മ അങ്ങ് കണ്ടുകൂടും, കാരണം കുഞ്ഞിനെ ആലോചിച്ചിട്ടാണ് അവർ. ഐസിയു ആണത്, സാധാ കിടക്കുന്ന ഒരു ഹോസ്പിറ്റലല്ല. ഐസിയുവിലാവുമ്പോൾ അതിൻ്റേതായ ചിട്ടവട്ടങ്ങളുണ്ട്, അത് അമ്മ ഇപ്പോഴും ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയാൻ കേട്ടോ. അങ്ങനെ പറയുമ്പോൾ പറയണം, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണെങ്കിൽ ഐസിയുവിൽ ഞാൻ കയറുന്നില്ല, ഞാൻ ഇവിടെ നിന്നോളാം, എൻ്റെ അമ്മ ഇവിടെ നിൽക്കൊന്നും വേണ്ട. അപ്പോൾ ഭീമനിങ്ങനെ എത്തിപ്പാളിങ്ങനെ നോക്കുന്നുണ്ട്, ആരാ അടുത്തത് എന്നറിയാൻ വേണ്ടി ഭീമ ഇങ്ങനെ നിർത്തിയിട്ട് മഞ്ജുവിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഈ സമയം ഭാനുമ്മയോട് പറയണേ, അമ്മ ഇവിടെ നിൽക്കേണ്ട, എന്തായാലും മഞ്ജു ജീവിതത്തിലോട്ട് തിരികെ വരും. പക്ഷേ അമ്മ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ആരോഗ്യസ്ഥിതി. നാളെ മഞ്ജുവിന് മാറാനുള്ള ഡ്രസ്സും ഭക്ഷണമൊക്കെ ആയിട്ട് അമ്മ വീട്ടിൽ നിന്ന് വാ, അമ്മ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് സ്വപ്ന അങ്ങനെ പറഞ്ഞു വിടാണ് കേട്ടോ. പിന്നീട് ഭീമനെയാണ് കാണിക്കുന്നത്. എല്ലാവരെയും പോയി എന്നുള്ള ആ ഉറപ്പ് ഭീമന് കിട്ടിയിരിക്കുകയാണ്. ഇവളെന്താണ് എനിക്ക് ചെയ്തു തരുന്നത് എന്നുള്ള ആ ഒരു ഇതിൽ എന്തായാലും ഇവളെന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നും ചിന്തിക്കുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതിയിട്ട് ഭീമൻ അങ്ങ് പോകുന്നു കേട്ടോ. ഭീമൻ അങ്ങ് മഞ്ജുവിൻ്റെ അടുത്തോട്ട് കത്തിയുമായി ചെല്ലണം. അങ്ങനെ ഭീമൻ കത്തിയെടുത്ത് മഞ്ജുവിൻ്റെ വയറ്റിലോട്ട് കുത്താൻ ശ്രമിക്കുന്ന സമയത്ത് കാണാൻ ഗിരി കൈപിടിച്ച് തടയുന്നു കേട്ടോ. അതോടുകൂടി ഭീമൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഗിരിയായിരിക്കും. പിന്നീട് ഭീമൻ ഗിരിയെ ഒറ്റ ഉന്തങ്ങ് ഉന്തുമ്പോൾ ഗിരി അവിടെ ചെന്ന് വീഴുകയാണ്. അതോടുകൂടി ഭീമൻ ഓടി രക്ഷപ്പെടുകയാണ്. ഇതേ സമയം നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഭീമൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവിടെ മുകുന്ദനും മഹിമയൊക്കെ എത്തുകയാണ്. അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പറയണേ, എന്തായാലും അത് ഭീമൻ തന്നെയാണ്, അവന് മാസ്ക് ഇട്ടാലും അവൻ്റെ മുഖം എനിക്ക് നന്നായി അറിയാം, അത് ഭീമൻ തന്നെയാണ്, അവൻ എൻ്റെ മഞ്ജുവിനെ പിന്തുടർന്നിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ മുകുന്ദൻ പറയണം, അവനെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, അവനെ പെട്ടെന്ന് പിടിക്കണം, അത് പിടിക്കണം. അപ്പോൾ ഉടൻ തന്നെ മഹിമ പറയണം, പോലീസിൽ കേസാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ മുകുന്ദൻ പറയുന്നത്, കേസാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഗിരി പറയണം, അങ്ങനെ കേസാക്കിയാലൊന്നും ശരിയാവില്ല, കാരണം എനിക്ക് പോലീസുകാർ പിടിക്കുന്നതിന് മുന്നേ അവൻ എൻ്റെ കയ്യിൽ കിട്ടണം, അതുകൊണ്ട് എൻ്റെ മഞ്ജുവിൻ്റെ ജീവൻ ആപത്താണ്. ഇപ്പോൾ അവനെ റോഡിലിട്ട് കൊല്ലാൻ നോക്കി, ഇപ്പോൾ ഹോസ്പിറ്റലിലെത്തി, ഇനിയും വരും അവൻ എന്തായാലും എൻ്റെ മഞ്ജുവിൻ്റെ പിറകെ തന്നെയാണ്, അവന് കൊല്ലണം എന്നുള്ള വാശിയാണ്. അപ്പോൾ ഉടൻ തന്നെ മഹിമ പറയണേ, അവനല്ല വാശി, ഇതിന് പിറകിൽ ഒരാൾ കളിക്കുന്നുണ്ട്, അല്ലാതെ കൊണ്ട് ഭീമ
ഒരിക്കലും ഈ പറയുന്ന ഗിരിയേട്ടൻ്റെ മുന്നിലോട്ട് വരില്ല. അപ്പോൾ ആര് എന്ന് ചോദിക്കാനിട്ട് ഗിരി. അപ്പോൾ ഉടൻ തന്നെ ഗോപാലൻ എന്ന് പറയാനിട്ടോ. ഇതേ മഹിമയെ വെറുതെ വായി തോന്നിയത് വിളിച്ച് പറയരുത്. അപ്പോൾ മുകുന്ദൻ അവിടെ ഇടപെടുകയാണ്. അപ്പോൾ ഉടൻ തന്നെ മുകുന്ദൻ പറയുന്നുണ്ട്, അല്ല നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, ഇവിടെ ഗോപാലൻ്റെ കളികൾ ഭീമന് ഒപ്പുണ്ടോയെന്ന് എനിക്കും സംശയമുണ്ട്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അതെ, ഈ ഭീമൻ എന്ന് പറയുന്നവൻ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടോട്ട് വന്നിരുന്നു. സഞ്ജയ് പറഞ്ഞയച്ചിട്ട്. സഞ്ജയ് അങ്ങനെ ചെയ്യും, പക്ഷേ നിന്നെ കൊല്ലാൻ വേണ്ടി പറഞ്ഞയച്ചു എന്ന് പറഞ്ഞിട്ട് നീ എന്താ എന്നോട് ഇക്കാര്യം പറയാതിരുന്നത്? നീ ഒരു അച്ഛനാകാൻ പോവാണ്. ഇനി എൻ്റെ പേരിൽ നീ ഒരിക്കലും കേസും വഴക്കുമായി നടക്കരുത് എന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ എന്നോട് പറയാതിരുന്നത്. എന്തായാലും ഗോപാലൻ തന്നെയാണ്. എനിക്കത് വിശ്വസിക്കില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ മഹിമേ, എൻ്റെ അച്ഛനെ കൊന്ന് നിൻ്റെ അച്ഛനാണെന്ന് പറയുന്നു എന്ന് കരുതി എനിക്ക് ആ പകയിൽ വെച്ച് നിന്നോട് ഇപ്പോഴും പെരുമാറുകയാണെങ്കിൽ ആ കണ്ണിൽ തന്നെ നിന്നെ കണ്ടാൽ പോരെ? എന്നാൽ ഞാനത് മറന്ന് പെരുമാറുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഗോപാലിനോട് പക ആക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ എന്താ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ആ വാക്കുകൾ തട്ടിമാറ്റുന്നു. എന്നാൽ ഈ സമയം ഗോപാലനാണെങ്കിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഗോപാൽജിയുടെ മുന്നിലോട്ട് ഈ ഭീമൻ വരികയാണ്. ഭീമനെ കണ്ടിടുന്ന തന്നെ, സോറി, എന്നോട് ക്ഷമിക്കണം സാറേ, ഞാൻ അബദ്ധം പറ്റിയതാണ്. അവൻ വന്നതുകൊണ്ട് തന്നെ എനിക്ക് അബദ്ധം സംഭവിച്ചു എന്ന് പറയുമ്പോൾ കരണക്കുറ്റി നോക്കി ഒന്നങ്ങ് കൊടുക്കണം കേട്ടോ. എടാ, അവൻ പോയതിന് ശേഷമല്ലേ നിന്നോട് ഐസിയുവിൽ കയറാൻ പറഞ്ഞത്? ഇപ്പോൾ അവന് മനസ്സിലായി നീയാണെന്ന്. അപ്പോൾ ഉടനെ അവൻ എൻ്റെ മുഖവും കണ്ടിട്ടുണ്ട്. നിൻ്റെ മുഖം കണ്ടാലും കണ്ടില്ലെങ്കിൽ നീയാണെന്ന് അവന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവൻ്റെ മുന്നിലോട്ട് നീ പോകരുതെന്ന്. അവൻ പോയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ. അത് വിചാരിക്കുന്നത് പോലെയല്ല. അവന് ഏത് സമയം അവിടെ തന്നെ നിൽക്കുകയാണ്. അവന് മരുന്ന് മേടിക്കാൻ പോയി അവൻ തിരികെ വന്നത് എന്താ, അവൻ്റെ ഉള്ളിൽ സംശയം വീണതുകൊണ്ടാണ്. അപ്പോൾ ഉടൻ തന്നെ ഗോപാലൻ പറയുന്നു, ഇനി ഈ കാര്യം വിട്ടേക്ക്, ഇനി എന്തായാലും അവളെ എണീറ്റ് നടത്തിയതിന് ശേഷം നടക്കുള്ളൂ. ഹോസ്പിറ്റലിൽ നിന്നൊരു കുത്തലും ഒരു കൊല്ലലൊന്നും നടക്കില്ല. അപ്പോൾ അത് കേൾക്കുന്ന ഭീമൻ പറയാം, എൻ്റെ പക്കൽ ഒരു ഐഡിയ ഉണ്ട്. ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ കഴിയാത്തവനാണ് ആ ഐഡിയയായി വന്നിരിക്കുന്നത്. അതല്ല ഗോപാൽജി, എൻ്റെ ഐഡിയ ഒന്ന് കേൾക്കുമെന്ന് പറയണം. അപ്പോൾ എന്തൊക്കെയോ അവർ തമ്മിൽ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അതുകൊണ്ട് നിൻ്റെ ഐഡിയ ഞാൻ കേൾക്കുന്നു എന്ന് മാത്രമേ എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുമ്പോൾ ഇത് കൊള്ളാമല്ലോ. എന്തായാലും നീ സഞ്ജയിൽ നിന്ന് ഒരുപാട് പണം വാങ്ങിച്ചോ ഇതിൻ്റെ പേരിൽ, അത് വെച്ച് എനിക്ക് യാതൊരു കുഴപ്പമില്ല, പക്ഷേ ഇത് വിജയിച്ചാൽ മതി. പക്ഷേ നീ ഹോസ്പിറ്റലിൽ പോകരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം ഭീമൻ പിന്നീട് പോകുന്നത് അനിത ഡോക്ടറെ കാണിക്കാനാണ്. അനിത ഡോക്ടറെ കാണാനാണ്. അങ്ങനെ അനിത ഡോക്ടറെ കാണുകയാണ്. അപ്പോൾ ഡോക്ടർ പറയണ പകല് പെൺകുട്ടികൾക്ക് നടുറോഡിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയായോ? അത് കേൾക്കുന്ന ഭീമൻ പറയണേ, ഞാൻ അത്ര ചീപ്പാന്നാണ് നിങ്ങൾ വിചാരിച്ചത്? ഞാനൊരിക്കലും അങ്ങനെ ചീപ്പല്ല. എന്നെ കണ്ടാൽ അങ്ങനെ തോന്നുമോ? പിന്നെ എന്തിനാണോ താൻ എന്നെ തടഞ്ഞു വെച്ചിരിക്കുന്നത്? അതൊരു കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. നിങ്ങളെനിക്കൊരു ഉപകാരം ചെയ്യോ? എന്തുപകാരം? ഞാൻ എനിക്ക് എന്തുപകാരമാണ് ചെയ്യേണ്ടത്? അതൊക്കെയുണ്ട് മാം, ഞാൻ പറയുന്നത് പോലെ കേൾക്കുമോ? നിങ്ങളൊരു ഡോക്ടറാണ്. ചെറുപ്പം മുതലേ എനിക്കൊരു ഡോക്ടറാവണമെന്ന് എൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാൻ ഗുണ്ടയായി പോയി. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇനിയിപ്പോൾ ഡോക്ടറായാലും ആരും എന്നെ സ്വീകരിക്കില്ല. അതുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹം, എന്താണോ എൻ്റെ ആഗ്രഹം? അതെ, എനിക്കൊരു ജീവൻ രക്ഷിക്കണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. അതിനെന്താ പ്രശ്നം? അതിന് ഡോക്ടർ എന്നെ സഹായിക്കണം. ഞാൻ ഡോക്ടറാണല്ലോ, ജീവൻ രക്ഷിക്കുന്ന ആളാണല്ലോ. ഞാൻ ജീവൻ രക്ഷിക്കുമ്പോൾ ഡോക്ടർ ഒരു ജീവൻ എടുക്കണം. എന്താ നീ പറഞ്ഞത്? എന്താണ്? താനൊന്ന് പോയേ. എന്താ നീ പറഞ്ഞത്? അതെ, ഞാൻ ഒരു ജീവൻ രക്ഷിക്കുമ്പോൾ ഡോക്ടർ ഒരു ജീവൻ എടുക്കണം. താൻ തൻ്റെ പണി നോക്കടോ, ഞാൻ എൻ്റെ പണി നോക്കി പോകുന്നു എന്ന് പറഞ്ഞ് അനിത ഡോക്ടർ അങ്ങ് പോകുമ്പോൾ, ഡോക്ടർ ഒന്ന് അവിടെ നിന്നേ എന്ന് പറഞ്ഞിട്ട് മൊബൈലിൽ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് കാണുന്ന അനിത ഡോക്ടർ ആകെ ഞെട്ടിപ്പോണ്. ഈശ്വര, ഇതിലും വലുത് കാണാനില്ല എന്ന ഭാവത്തിൽ ഇങ്ങനെ ഓടി വന്നിട്ട് ഇതെന്താ ഇങ്ങനെ നോക്കുമ്പോൾ തൻ്റെ മകള് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നതായിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.